ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ലീഫുള്ള കലേഡിയം. ഇതെത്ര ഇതായാലും ലീഫ് ഇത്ര തന്നെയാണ്, കൂടിപ്പോയാൽ അത് ഇത്രയും വലുതാവും, അത്രയേ ഉള്ളൂ, വലുതാവൂല. ഇതിങ്ങനെ ബുഷിയായിട്ട് ചട്ടി നിറയെ നിൽക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒട്ട് നിറയെ ഉണ്ടെങ്കിലേ കാണാൻ ഭംഗിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. ഇതിൽ നിറയെ തൈകളുണ്ട്, പക്ഷെ ഒരു ബുഷിയായിട്ട് വരണില്ല പ്ലാന്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് മാറ്റി വേറെ പോട്ടിലോട്ട് നടാമെന്ന്. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പോട്ടിലാണ് ഇത് വയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പോട്ടി മിക്സായിട്ട് നമുക്ക് ലൂസായിട്ടുള്ള ചെളി കെട്ടി കിടക്കാത്ത മണ്ണാണ് ആവശ്യം. ഇത് നല്ല വളക്കൂറുള്ള കരിയിലേക്ക് പൊടിഞ്ഞ മണ്ണാണ്. ആ മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, ചകിരിച്ചോറൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പോട്ടി മിക്സ് മാത്രം തന്നെ മതി. നമുക്ക് അല്പം സാഫും കൂടെ ഇട്ടിട്ട് വേണം പ്ലാന്റ് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാനുള്ളത്. പിന്നെ ചാണകപ്പൊടിയും കുറച്ച് മണലും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണലും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്, അഴുകി പോകുന്ന പ്ലാന്റൊക്കെ നമ്മൾ നടുമ്പോൾ ഒത്തിരി സാഫ് ചേർത്ത് നടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്നൊരു കിഴങ്ങ് കണക്കാണ് ചേമ്പ് ഐറ്റം ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നത് എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ അഴുകിപ്പോവും. അതുകൊണ്ട് നമുക്ക് നടുമ്പോൾ ഇങ്ങനെ അല്പം സാഫ് കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് ചട്ടിയിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. കുഞ്ഞു 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 കിഴങ്ങായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതെല്ലാം ഓരോ തൈയായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഒരു കൊച്ചു ഹോളുണ്ടാക്കിയിട്ട് ഇതിനങ്ങ് വയ്യ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ബാക്കി പറഞ്ഞതെല്ലാം ഇത് കുറേ പ്ലാന്റിന് കിട്ടും. നമുക്കിങ്ങനെ പിരുത്തിങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാം വേറെ പോട്ടിലോട്ട് മാറ്റുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നല്ല വലിയ പ്ലാന്റായിട്ട് കിട്ടും. എന്നാലേ നമുക്ക് കാണാൻ ഭംഗിയുള്ളൂ. ഇതാണ് മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഇത്രയും തൈകൾ പൊട്ടി വന്നിട്ടുള്ളത്. 5 തൈയോളം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ കിഴങ്ങ് ഭാഗം ചേമ്പ് കണക്കുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ചാലും ഇതിൽ നിന്ന് വേറെ തൈകൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇത് നട്ടിട്ട് ഓവറായിട്ടുള്ള വെയിൽ കൊള്ളാതെ എന്നാൽ ഇത്തിരി വെയിൽ കിട്ടുകയും വേണം. അങ്ങനെയുള്ള ഭാഗത്ത് വയ്ക്കുമ്പോൾ നല്ല കളറായിട്ട് കിട്ടുള്ളൂ, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. മഴയൊന്നും കുഴപ്പമില്ല. മഴ നല്ല ഇഷ്ടമുള്ള പ്ലാന്റാണ്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒത്തിരി പാടാണ്. മിക്കുള്ളവർക്കും വലിയ കലേഡിയം പ്ലാന്റൊക്കെ ഉണ്ട്. ഇത് മിക്ക സ്ഥലങ്ങളിലും ഇല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ചാണകപ്പൊടി ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ചൂട് ഇളക്കിയിട്ട് ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താലും നല്ല ചെടി നന്നായിട്ട് കരുത്തോടു കൂടി വരും. ഓക്കേ.